കട്ടലും കൂടെ എടുക്ക്. അതാ വരുന്നു. ചായ. ഇത്ര നേരത്തെ എങ്ങോട്ടാ ചന്ദ്രേട്ടാ? ഭവാനി അമ്മക്ക് വേണ്ടി പണിത വീടിന്റെ താക്കോൽദാൻ എന്നാണ്. അവിടെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അല്ലെങ്കിലും ചന്ദ്രേട്ടൻ ഒരു കാര്യം നേരത്തെ പറയില്ല. അതൊന്ന് കാണാൻ എനിക്കും വരണമെന്നുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വരാനായിട്ടത്. അതുകൊണ്ട് തന്നെ എല്ലാരും വിവരം അറിയിക്കാനും പറ്റിയിട്ടില്ല. നീ ഒന്ന് അടങ്ങ്, ഞാനിപ്പോ പോയിട്ട് വരാം. ചന്ദ്രേട്ടാ, സമയം കുറേയായി. ആ ചടങ്ങ് നടത്താം. പ്രസിഡന്റിനെ വിളിച്ച്. തുടങ്ങല്ലേ? സമയം കുറേ. എനിക്ക് പോണം, വേറെ പരിപാടിയുള്ള. പ്രകൃതിക്ഷോഭങ്ങൾ പലപ്പോഴും നമ്മെ നിസ്സഹായരാക്കാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകരെ എത്ര അനുമോദിച്ചാലും മതി വരില്ല. ഇവിടെ കഴിഞ്ഞ വർഷത്തെ ഉരുൾപൊട്ടലിൽ ഭർത്താവും വീടും നഷ്ടപ്പെട്ട ഭവാനിയമ്മയ്ക്ക് തല ചായ്ക്കാൻ ഒരിടം ഒരുക്കി കൊടുത്തുകൊണ്ട് സമൂഹത്തിനൊരു വഴികാട്ടികളായി മാറിയ ചന്ദ്രനും സുഹൃത്തുക്കളും ഈ പഞ്ചായത്തിനൊരു മുതൽക്കൂട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്യമത്തിലേക്ക് കിടക്കുകയാണ്. എല്ലാവരുടെയും സമ്മതത്തോടെ ഭവാനിയമ്മയ്ക്ക് ഈ വീടിൻ്റെ താക്കോൽ ഞാൻ സമർപ്പിക്കുകയാണ്. ഇനി ഭവാനിയമ്മ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. ഭവാനിയമ്മ വരൂ. ഞാൻ നിങ്ങളോട് എന്ത് പറയാൻ? നിങ്ങൾ ചെയ്തതിനൊക്കെ വലിയ ഉപകാരം. അല്ല, ഓർഡർ പ്രകാരമുള്ള സാധനങ്ങൾ ഞാൻ കറക്റ്റ് ടൈമിന് തന്നെ ഞാൻ തരും എന്ന് പറഞ്ഞിരിക്കുന്നേ. കുഴപ്പമില്ല, ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, ഞാനിവിടെ ഇല്ലേ, എല്ലാം നമുക്ക് സെറ്റാക്കി എടുക്കാം. ഓ ശരി. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ചെയ്യാം. വിജയ, മൊത്തം 2 കൂട്ടം ജനൽക്കട്ടിലേ, 6 കൂട്ടം വാതിൽ കട്ടിലേ, അതിന് വേണ്ട ഫ്രെയിമും കിട്ടണം. ഇതൊക്കെ മതിയാവും. പിന്നെ പുതിയതുണ്ട്, ഇന്നലെ എടുത്തതിന്റെ ബാക്കിയുണ്ട് മരം, അതെടുക്കാം. എന്താ പോന്നേ? കുറച്ച് പഴയ മരം ഇരാണ്ടായിരുന്നു. എന്താ പെട്ടെന്ന് കിട്ടുമോ? വാളിന്ന് മാറ്റിയിട്ടതാണ്. പഴയ മരം ആകുമ്പോൾ ആണി ഒഴിവാക്കി തരേണ്ടി വരും. അതൊക്കെ ഒഴിവാക്കിയതാ. എന്തായാലും ഇപ്പൊ തിരക്കാ, പിന്നെ വരി. എന്തായാലും മരം എത്തിച്ചോളി, ഒഴിവനുസരിച്ച് തീർന്നു തരാം. എന്നാ ശരി, ഞാൻ പോട്ടെ. ഇഷയുടെ കൂടെയുള്ളത് ചന്ദ്രേട്ടന്റെ മകളല്ലേ? അതെ. ഞാനൊരു അന്വേഷണവുമായി അവിടെ ചെന്നിരുന്നു. ചെക്കന് പെണ്ണിനെ ഇഷ്ടായി. വാടക വീടാണെന്ന് പറഞ്ഞപ്പോ കുട്ടിയുടെ അമ്മാവനൊരു മനപ്രയാസം. നല്ലൊരു ബന്ധമായിരുന്നു. സോപ്പിട്ട് നിന്നോ. എന്തെല്ലാം മോളെ? സുഖം. വാപ്പി, ഇന്നെന്റെ കൂട്ടുകാരി സുലുവിന്റെ ബർത്ത്ഡേ ആ. കോളേജിൽ നിന്ന് എല്ലാരും പോകുന്നുണ്ട്. അതിന് ബാപ്പിന്റെ കാർന്ന് എടുക്കട്ടെ? അമേസ് തന്നെ എടുത്തോ. ഞാനിപ്പോ പമ്പ് പോയി തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. ഫുൾ ടാങ്കാ. പിന്നെ കാർ എടുക്കുന്നൊക്കെ കൊള്ളാം, ശ്രദ്ധിച്ചു പോണം. സീറ്റ് ബെൽറ്റ് നിർബന്ധമായി ഇടണം. ശരി വാപ്പി. ശരി പോട്ടെ. ഇഷേ, അതിലെ ബാഗ് എടുത്ത് ഓഫീസിൽ വെച്ചേക്ക്. റെഡി. ഷമീറേ, ഇതെടുക്കാണ് കേട്ടോ. ചന്ദ്രേട്ടാ, വേഗം വാ. ചന്ദ്രേട്ടാ, 3 പൊതിയും കൂടി ഉണ്ട്. ഇനി ആരോ കൊണ്ടുവന്നാ ഈ കാർബോർഡ് പൊട്ടി മാറ്റേണ്ടി വരും. ശരി, നാളെ ഉച്ചയ്ക്ക്. ആയിക്കോട്ടെ. ഇതെന്താ ചന്ദ്ര? ഇത് പൊതിച്ചോറാ.
ആ എല്ലാവരും ഇവിടെ കൊണ്ടെത്തിച്ചിരും. മെഡിക്കൽ കോളേജിലെ നിർധന രോഗികൾക്ക് എത്തിച്ചു കൊടുക്കണം. നിന്നെ ഞാൻ സമ്മതിച്ചു ചന്ദ്ര. എനിക്ക് എൻ്റെ കാര്യം തന്നെ നോക്കാൻ സമയം കിട്ടുന്നില്ല. പക്ഷെ നീ ഒരു ദിവസം എന്തൊക്കെ നല്ല കാര്യങ്ങളാ ചെയ്യുന്നത്. ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ റഹ്മാൻക്ക. പിന്നെ ഈ പൊതികളൊക്കെ 1 മണിക്ക് മുമ്പ് മെഡിക്കൽ കോളേജിൽ എത്തിക്കണം. എന്നാ ശരി റഹ്മാൻക്ക. ശരി. എന്നാ വരട്ടെ. അയിലാ മത്തിയേ. ആ ചന്ദ്രേട്ടാ, നല്ല പിടയ്ക്കണ മത്തിണ്ട്. കുറച്ച് എടുക്കട്ടെ. അല്ല, ഞാൻ നിങ്ങളോട് ചോദിക്കണം എന്ന് വിചാരിച്ച, ഇന്നാളിവിടെ പെണ്ണ് കാണാൻ വന്നില്ലേനോ? ഓലെ കാര്യം എന്തായി? അവര് മറുപടി ഒന്നും പറഞ്ഞില്ല. ഓരെ എനിക്കറിയാം, നല്ല തറവാട്ടുകാരാണ് കേട്ടോ. എല്ലാം മീൻ വേണ്ടേ? നോക്ക് മോളെ ആ ചട്ടി എടുത്തിട്ട് വാ. അയില രേശം മോച്ച, നല്ല മത്തിണ്ട്. മത്തി മതിയോ? നിങ്ങൾ പരസ്പരം നോക്കി കണ്ട ആ പാത്രം എടുത്തോളിന്ന്. മോളെ ആ പാത്രം എടുത്തോ. വാപ്പി, എനിക്ക് കോളേജിലേക്ക് ഒരു 19 കത്ത് വേണം. എന്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനാ. അതിനെന്താ, മോക്ക് ആവശ്യമുള്ള ഇപ്പൊ തന്നെ എടുത്ത് മാറ്റി വെച്ചോ. അഷറ എവിടെ? അവനിന്ന് കോളേജില്ലേ? നിന്റെ കൂട്ടുകാരെല്ലാം കല്യാണത്തിന് ക്ഷണിക്കണ്ടേ? ആവശ്യമുള്ള കത്തെടുത്തോ. എന്റെ ഫ്രണ്ട്സിനൊക്കെ ബാപ്പ നേരിട്ട് ഫോണിൽ വിളിക്കണം. ആ, അവരെയൊക്കെ ഞാൻ ക്ഷണിച്ചു കഴിഞ്ഞു. അല്ല ഫാത്തിമ, നിനക്കാരും ക്ഷണിക്കാനൊന്നുമില്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? എല്ലാവർക്കും കത്ത് വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. അതെ, ഞാൻ ഓരോന്നിങ്ങനെ ആലോചിക്കുക. ഇവളെ കൂട്ടുകാരി നേയക്കിപ്പം ഇവളെക്കാൾ 1 വയസ്സ് കൂടുതലല്ലേ? നീ അതൊന്നും ചിന്തിക്കണ്ട. പറഞ്ഞു വന്ന കാര്യം എനിക്ക് മനസ്സിലായി. ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഫാത്തിമ, ഒന്ന് വേഗം വാ. എന്താ റഹ്മാനിക്ക, നിങ്ങളെ കാണാനേ കിട്ടുന്നില്ലല്ലോ. ഞങ്ങൾ മില്ലിൽ പോയിരുന്നു, അവിടുന്നാ പറഞ്ഞത് വീട്ടിലാണ്. പിന്നെ ഞാൻ പറഞ്ഞ മരത്തിന്റെ കാര്യം എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി കൂപ്പിന്ന് വണ്ടി പുറപ്പെടും. മില്ലിൽ പോയി വിജയനെ കണ്ടാൽ മതി. ഒന്നും വിചാരിക്കരുതേ, മോളെ കല്യാണാണ്. അറിയാലോ, കത്ത് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരും. ഓ ഓ ഓ ശരി ശരി. ഞാനവിടെ അന്വേഷിച്ച്, കുറച്ച് ക്രിട്ടിക്കലാ. എന്തായാലും 3 കുപ്പി ഓപ്പോസിറ്റ് ബ്ലഡ് വേണമെന്നാണ് പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് വിളിക്കാം. മോളെ നേഹേ, ആരാ വന്ന് നോക്ക്. ആരാ? ഇഷയാണ്. മോളെ വരി റഹ്മാൻക്ക. എന്താ സുഖല്ലേ? ആ അതെ, വരി, വാ വാ, കേറി മോനെ, വരി വരി. വാ വാ, എന്തല്ല ശാന്തേച്ചി. കേറി കേറി. റഹ്മാൻക്ക, ഒന്ന് വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ? ചിലതിനൊക്കെ ഞാൻ ഇങ്ങോട്ട് തന്നെ വരണ്ടേ? അതല്ലേ അതിന്റെ ശരി. വരൂ, അകത്തിരിക്ക. എടുക്ക. ഇനി വന്ന കാര്യം പറയാം. ഇഷയുടെ കല്യാണം അടുത്ത മാസം 12-നാണ്. കുടുംബസമേതം ഒരാഴ്ച മുമ്പേ അവിടെ ഉണ്ടാവും. ഇഷയുടെ കല്യാണത്തിന് വിളിച്ചില്ലെങ്കിലും ഞങ്ങൾ അവിടെ ഉണ്ടാവില്ലേ? നമുക്കിനി നേഹയുടെ കല്യാണം കൂടി നടത്തണം. അവക്ക് പറ്റിയൊരു ബന്ധം എത്തിപ്പെടണ്ടേ? പൊന്നിലും സ്വത്തിലും ആശ വെക്കാത്ത ഒരാളെ കിട്ടണം. അതൊക്കെ ശരിയാവും ചന്ദ്ര. അതിനല്ലേ ഞങ്ങളൊക്കെ ഇവിടെ. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സഹായം എന്നും ഉണ്ടാവും. ഈ വീടും 5 സെന്റ് സ്ഥലവും ഇനി നിങ്ങൾക്കുള്ളതാണ്. ഇവിടെ വെച്ച് നേഹമോളുടെ കല്യാണം ഭംഗിയായി നടത്തണം. ഇത് വേണമായിരുന്നോ?
ഇത് നിങ്ങൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന നന്മയ്ക്ക് ദൈവം തരുന്നൊരു പ്രതിഫലമായി കരുതിയാൽ മതി. ഞാനൊരു നിമിത്തം മാത്രം. ചന്ദ്രേട്ടാ, നേഹ ചേച്ചി ഞങ്ങളെ ചേച്ചിയും കൂടിയല്ലേ? നേഹ ചേച്ചിന്റെ വീടിന്റെ സ്വപ്നം ഞങ്ങളെ സ്വപ്നം കൂടിയല്ലേ? ഇതിന് ഞാൻ എങ്ങനെയാ നന്ദി പറയണ്ടേ റുമാൻക? നിങ്ങൾ എന്നെ തോൽപ്പിച്ച് കളഞ്ഞു. ചന്ദ്ര, ജീവിതത്തിൽ പരാജയപ്പെട്ടെന്ന് തോന്നിയെടുത്തു നിന്ന് നിങ്ങൾ എന്നെ കൈപ്പിടിച്ച് ഉയർത്തി. ഇതൊന്നും നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പകരമാവില്ല. നിന്റെ സ്ഥാനം അതിനും മുകളിലാണ്. പിന്നെ മറക്കണ്ട, കല്യാണത്തിനൊരാഴ്ച മുമ്പേ അവിടെ ഉണ്ടാവണം. തീർച്ചയായിട്ടും.